കലാഭവൻ ജയകുമാരേട്ടൻ കൊച്ചിൻ കലാഭവനിൽ ഒരുപാട് വർഷം ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്നത്തെ കലാഭവന്റെ ട്രൂപ്പിന്റെ വണ്ടി വന്ന് നിർത്തി കഴിഞ്ഞാല് നല്ല ഒരു 8-9 പേരും ഇറങ്ങും. ഒരു കമ്മിറ്റിക്കാരും അവരോട് ഒന്നും ചോദിക്കില്ല. അതുപോലെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നതിൽ ഒരാളാണ്. കലാഭവന്റെ വേൾഡ് ടൂറിന്റെ വീഡിയോ കാസറ്റിലാണ് ജയകുമാരേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് ഒരു ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട്, പൊതുവെ നമ്മൾ മിമിക്രിയിൽ ഉപയോഗിക്കുന്ന വിദ്യകളൊന്നും ഉപയോഗിക്കാതെ തമാശ കൈകാര്യം ചെയ്യുന്ന, അനുകരിക്കുകയാണെങ്കിൽ അധികം ആരും അനുകരിക്കാത്ത ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരു മികച്ച കലാകാരനാണ് ജയകുമാരേട്ടൻ. ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. താടിയൊക്കെ പഠിച്ച് അഭിനയിക്കുന്ന ദൃശ്യത്തിലില്ലേ? ദൃശ്യത്തിലുണ്ട്. ജയകുമാരൻ എനിക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് കോട്ടയം. അതെ അതെ. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മിമിക്രി കലാകാരനാണ്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റങ്ങൾ, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒരു എനിക്ക് തോന്നുന്നൊരു എവിടെയോ ഒരു നമ്മുടെ മദ്രാസിൽ നിന്നൊക്കെ വരുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഒരു ലുക്ക് ഉണ്ട്. അതെ, ഫൈറ്റ് റോപ്പ് കൊടുത്താൽ ഇപ്പൊ തൂങ്ങും. സലീം കുമാരേട്ടന്റെ വീട്ടിൽ ഗേറ്റ് വെച്ചു. അപ്പൊ ഗേറ്റ് വെച്ചപ്പം അന്ന് ഈ സ്ലൈഡിംഗ് ഗേറ്റുകൾ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാ ഗേറ്റും ഇങ്ങനെ തുറക്കുന്ന ഗേറ്റാ. സലീം കുമാരേട്ടന്റെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ സൈക്കിൾ എടുത്തോണ്ട് പുറത്തു പോയിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് സൈക്കിൾ ഇടിച്ചു തുറക്കാൻ നോക്കിയിട്ട് മുട്ടിന്റെ ചിരട്ട പൊട്ടിയ ആളാണ് ഈ ഇരിക്കുന്ന ആള്. ഇവർക്ക് ഉള്ളിവട മേടിക്കാൻ പോയതാ. ഞങ്ങൾ ചായക്കടയുണ്ട്, ചൂട് ഉള്ളിവട കിട്ടും. ഉള്ളിവട മേടിക്കാൻ പോയതാ. ലിഗമെന്റ് പോയത്. അതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ജയകുമാരൻ. പിന്നെ കട്ടപ്പന രാജു. ഞങ്ങള് ഒരു ജയകുമാരൻ തന്നെ പറയണം. ഞങ്ങള് പ്രോഗ്രാം പോകുമ്പോഴത്തേന് അവിടെ കട്ടപ്പന രാജു എന്ന് പറഞ്ഞ ഒരാൾ പ്രോഗ്രാം, പുള്ളിയുടെ വൻമാഷയുണ്ട്. അപ്പോൾ ഭയങ്കര ജനമാണ്. ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ അസാധ്യ ജനം. ഇങ്ങനെ കോട്ടയം സാലിയൻസിന്റെ, കൊച്ചി സാലിയൻസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സലീംകുമാറിന്റെ പ്രോഗ്രാം ഇറങ്ങി സലിഞ്ചാൻ ഇങ്ങനെ കത്തി വയ്ക്കുന്ന സമയത്ത് പ്രോഗ്രാം കാണാൻ ഭയങ്കര ജനമാണ്. അവിടെ കട്ടപ്പന രാജുവിന്റെ മിമിക്രി ഉണ്ട്. അപ്പൊ കട്ടപ്പന രാജുവിന്റെ വൻമാഷമാണ്. അവിടെ ആ കട്ടപ്പനയിലായി പ്രോഗ്രാം. ഞങ്ങൾ ചെല്ലുമ്പം കട്ടപ്പന രാജു ഞങ്ങളോട് പറയണത്, എന്റെ വൺമാൻ ഷോ ഉള്ളതുകൊണ്ട് ഇന്ന് ആൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാ പറയുന്നത് ഞങ്ങളോട്. അപ്പൊ കട്ടപ്പന രാജുവിന്റെ വിചാരം രാജുവിന്റെ പ്രോഗ്രാം കാണാൻ വന്ന ആളാന്നുള്ള രീതിയിലാണ് രാജു ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ സലിഞ്ചാന്റെ പ്രോഗ്രാം അല്ലേ, പ്രേക്ഷകർ ഒരുപാടുണ്ടെന്ന കാര്യം നമുക്കറിയാം. പുള്ളി പറഞ്ഞില്ല, ഞാൻ കട്ടപ്പനക്കാരനാണ്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാനിവിടെ പ്രോഗ്രാം ചെയ്യുന്നതാണ്, എന്റെ പ്രോഗ്രാം കാണാൻ വന്ന ആൾക്കാരായി കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത്, കുറച്ച് പേരൊക്കെ എന്റെ വൻമാഷ കഴിയുമ്പോൾ ഏറ്റു പോകുമെന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് കാണാനുള്ള ആഗ്രഹത്തില് ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്, കർട്ടൻ പൊക്കാൻ ആരെങ്കിലും ഒരാളൊന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറയും കർട്ടൻ പൊക്കാൻ കമ്മിറ്റിക്കാർ വന്നാൽ പോലും, ഞങ്ങൾ വരേണ്ട കാര്യമുണ്ട്. അതല്ല, ഇതൊരു സിനിമാ തിയേറ്ററിലൊക്കെ കർട്ടൻ പൊങ്ങുന്ന പോലെ പൊങ്ങണം, പയ്യെ 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 പയ്യെ. വൺമാൻ ഷോ അല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ സൈഡിൽ പോയി നിൽക്കുക. പ്രോഗ്രാം ഞങ്ങളല്ല, നിങ്ങളെ കർട്ടൻ വലിക്കാൻ പോയാ. കർട്ടൻ വലിക്കുന്ന ഞാനാ. ഞാൻ കർട്ടൻ വലിക്കാൻ, ഞാൻ സൈഡിൽ നിന്ന് കർട്ടൻ വലിച്ച് പൊക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ഷോ തുടങ്ങാം, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. വൺമാൻ ഷോ, വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ, വൺമാൻ ഷോ, വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. കട്ടൻ പൊങ്ങി ഇത്രയും ജനം ഒരു അന്യായ കൂവിച്ച ഇവിടം വരെ വന്ന് മുഖം കണ്ടോടുകൂടി കൂവലാട്ടോ. പുള്ളി അപ്പൊ തന്നെ എന്നെ കൈകൊണ്ട് കാണിച്ചിട്ട് ആദ്യം പ്ലേ ചെയ്തത് അദ്ദേഹത്തിന്റെ എൻട്രി, രണ്ടാമത് സമാപനം, ഉദ്ഘാടനവും സമാപനം ആ സമയം സെക്കൻഡ് വെച്ചത്. എല്ലാം കൂടെ 3 മിനിറ്റ് വൺമാൻ ഷോ. ഉദ്ഘാടനവും സമാപനവും മാത്രമേ ഉള്ളൂ, വൺമാൻ ഷോ ഇല്ല. നമുക്കൊരു ഓർമ്മ തന്നെയാണ് നമ്മുടെ. അല്ല, ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് സബ് ജയിലിൽ പ്രോഗ്രാമിന് പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. സബ് ജയിലിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പ്രതികളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എന്ന് ചോദിച്ചു. അന്നേരം പ്രതികൾ പറഞ്ഞു ഇത് പ്രോഗ്രാം ആയിരുന്നു, ഞങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ ശിക്ഷയുടെ ഒരു ഭാഗമായിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ജയകുമാരേട്ടൻ അനുകരിക്കുന്നതിനകത്തും ബാലൻ കെ നായർ എന്ന് പറയുന്ന നടന്റെ ശബ്ദം അനുകരിക്കുന്ന ചുരുക്കം ചില മിമിക്രിക്കാരിൽ ഒരാളാണ്. അതൊന്ന് കാണിക്കുക ജയകുമാരേട്ട. ആന്ധ്രാക്കാരൻ, ഒരു സുന്ദരേന മറ്റോ, നിന്റെ മകൻ ചിരികണ്ഠൻ അവനവിടെയുണ്ട്. അറിയാം, പറയില്ല, മകനല്ലേ. ഈ കെ നായനാരും വി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ലേ. അമൃത ടിവിയുടെ ഉരുളക്കൊപ്പേരി എന്ന ഹിറ്റ് സീരിയലിൽ നായക കഥാപാത്രം ചെയ്യുന്ന കരുനാഗപ്പള്ളി ജയകുമാരേട്ട്. മോനല്ലേ? അയ്യോ അമ്മേ, അർജന്റീനയുടെ കളി കാണാൻ പോകാൻ എനിക്കൊരു 5000 രൂപ തരാമോ? ഇല്ലല്ലേ? മോനലി, ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാപ്പഴമേ, പ്ലാവേ പ്ലാവേ പ്ലാങ്ങാപ്പഴമേ. വേണ്ടല്ലേ?
അമ്മേ ഈ ചുംബന സമരത്തിന് പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകണോ അത് അവിടെ നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ? ഇല്ലല്ലേ ശരി. സൂപ്പർ. ഒരു സ്കിറ്റ് തന്നെ അന്ന് സ്കിറ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്കിറ്റ് തന്നെ ആ 4-5 വർഷം കളിക്കും. വേറെ സ്കിറ്റ് നമ്മൾ മാറ്റത്തില്ല. കാരണം ഫസ്റ്റ് ആ സ്കിറ്റ് കളിക്കും. നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ ഈ സ്കിറ്റ് വിജയിക്കുന്നുള്ളൂ. തൃപ്പൂണിത്തുറ ഒരു അമ്പലത്തിൽ 5ാമത്തെ പ്രാവശ്യവും ആ സ്കിറ്റ് കളിക്കാൻ പോകും. യക്ഷിയുടെ സ്കിറ്റാണ്. യക്ഷി വന്ന് പിടിക്കുന്ന ആൾക്കാരെ പിടിക്കുന്ന ഒരു സ്കിറ്റാണ്. 5ാമത്തെ പ്രാവശ്യം സ്കിറ്റ് കളിക്കാൻ നേരം അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. ഷാജോന്റെ ചേട്ടൻ അച്ചായൻ അനൗൺസ് ചെയ്യുന്നത് കാലം മാറി കഥ മാറി യക്ഷി കഥകൾ മുത്തശ്ശികൾ എങ്ങനെയാണ് അതിന്റെ സംഭവം. അപ്പം അച്ചായൻ അനൗൺസ് ചെയ്യുക കാലം മാറി കഥ മാറി. അന്നേരം ഫ്രണ്ട് ഇരുന്ന് ഒരുത്തൻ എന്നിട്ട് ഐറ്റം മാറാറായില്ലേടാന്ന് പറയുന്നുണ്ട്. ഇവൻ നമ്മുടെ വിശ്വൻ ചേട്ടനാണോ വന്നിട്ട് നെടുമുടിയായിട്ട് വയ്യ മടുത്തു ഫ്രണ്ടിൽ നിർത്താൻ ഞങ്ങൾക്കും. മൂത്താശാരിക്ക് എന്നെ തല്ല എന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് ഇറങ്ങിയത് ഒറ്റ അടി അടി. മൂത്താശാരിക്ക് എന്നെ തല്ല എന്ന് പറയും. പുറത്തോട്ട് പുറകുള്ള ഒറ്റ അടി അടിച്ചിട്ട് പറയാം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. ഈ ബാലേട്ടനെയും അല്ലാതെ ഫേവറേറ്റ് സ്റ്റാർ ആയിരുന്നു? പഴയ നടന്ന GK പിള്ള സാറ് മറ്റേ വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ചേ. അതെ. മാർക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. ഞാൻ പോയിട്ട് വരാം മാർക്കോസ്. സൂപ്പർ സൂപ്പർ.